രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യുന്നു സ്വാമി ചിദാനന്ദപുരി. സ്വാമിജി സ്വാഗതം. സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ. സ്വാഗതം സാർ. സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രീകുമാർ സാർ. സ്വാഗതം സാർ. മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രശ്നോത്തരി മത്സരം. ഇന്നലത്തെ അതേ വിദ്യാർത്ഥികൾ തന്നെയാണ്, അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ ചിന്മയ വിദ്യാലയം ആറ്റുകാൽ, ടീം ബി സുദർശനം സെൻട്രൽ സ്കൂൾ ആറന്മുള. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, ബുദ്ധി ഇവയ്ക്കെല്ലാം മുകളിൽ വസിക്കുന്നതാണ് ഡാഷ്. എന്താണ് ആ ഡാഷ്? എ പരബ്രഹ്മം, ബി പരമാനന്ദം, സി ആത്മാവ്, ഡി പരംപുരുഷൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്ന് ഗസ്സിക്കോളൂ, ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. വേം പറമോളൂ. സി ആത്മാവ്. സി ആത്മാവ് ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, സി ആത്മാവ്. ടി എ പറഞ്ഞ ഉത്തരം ശരിയാണ്. പ്രത്യേകിച്ച് മക്കള് ശ്രദ്ധിക്കാനുള്ളത് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. നമ്മളൊക്കെ ഏറ്റവും അധികം ഒരു ദിവസം എന്ത് വാക്കാ പറയാറ്? ഒരു ദിവസം രാവിലെ ഉണർന്നാൽ രാത്രി വരെ എന്താ ഏറ്റവും അധികം പറയുക? ഞാൻ അല്ലേ? അപ്പം ഞാനാണ് ആത്മാവ്. ഞാൻ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ഉപരിയല്ലേ. എൻ്റെതല്ലേ മനസ്സ്, എൻ്റെതല്ലേ ബുദ്ധി, എൻ്റെതല്ലേ ശരീരം. അപ്പം ഇവയ്ക്ക് ഉപരിയാരാ? ഞാൻ ആത്മാവ്. ആത്മാവ് വെച്ചാൽ ഞാൻ എന്നർത്ഥം. ശരി. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ഗംഗാ നദി കടന്ന് വനപ്രദേശത്തെത്തിയ രാമൻ ഗംഗാ കാളിന്തി സംഗമസ്ഥാനത്ത് വെച്ച് കണ്ടുവണങ്ങിയ മഹർഷി ആര്? എ ശബരി, ബി വാൽമീകി, സി ഭരദ്വാജൻ, ഡി കൺവൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി ഭരദ്വാജൻ. സി ഭരദ്വാജൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, സി ഭരദ്വാജൻ. ഇന്നലെ പോലെ അല്ലല്ലോ, ഇന്ന് ഭയങ്കര ആത്മവിശ്വാസത്തിലാണല്ലോ പറഞ്ഞത്. അറിഞ്ഞിട്ട് പറഞ്ഞതാണോ? അതെ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. പ്രത്യക്ഷ ദൈവങ്ങളെ ആദ്യം പൂജിക്കണം. ശ്രീരാമൻ പറയുന്ന ആ പ്രത്യക്ഷ ദൈവങ്ങൾ ആരെല്ലാം? എ ഭാര്യ, ഭർത്താവ്, പുത്രൻ, ബി മാതാവ്, പിതാവ്, ഗുരു, സി രാജാവ്, മന്ത്രി, സേനാപതി, ഡി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്ന് പറയണം, നോ ആലോചന. ഓപ്ഷൻ ബി മാതാവ്, പിതാവ്, ഗുരു. ഓക്കെ, നമ്മളത് ബ്ലോക്ക് ചെയ്തു. ഇത് ഉറപ്പാണല്ലേ? അല്ലേ? ഇതിലോട്ട് നമുക്ക് ഒന്നും ചോദിക്കാനില്ലേ. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. പ്രത്യക്ഷ ദൈവ ചോദിച്ചേ. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ദൈവത്തെ കണ്ടൊരു കൂട്ടത്തിൽ ഉണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആരെയാ കാണുന്ന ആദ്യമായിട്ട്? അമ്മ. അമ്മ നമ്മളെ പ്രകാശിപ്പിക്കുന്ന, നമ്മളെ നാമാക്കി തീർക്കുന്നതാണ് ദൈവം. ദൈവശബ്ദത്തിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്നതെന്നാണ്. അപ്പം നമ്മളാക്കി തീർത്തതാരാ? ആദ്യമായിട്ട് അമ്മ. അമ്മ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അച്ഛൻ വരും. അത് കഴിഞ്ഞാൽ ആചാര്യന്മാർ, ഗുരുജനങ്ങൾ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രത്യക്ഷ ദൈവം എന്നുള്ള വാക്ക് അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ആരാണ് അശ്വപതി? എ കേകയത്തെ സേനാപതി, ബി കൈകേയിയുടെ പിതാവ്, സി ഗാന്ധാര രാജാവ്, ഡി ഒരു മുനി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി കൈകേയിയുടെ പിതാവ്. ഓപ്ഷൻ ബി കൈകേയിയുടെ പിതാവ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. വനത്തിൽ രാമനെ ദർശിച്ചു മടങ്ങിയ ഭരതൻ പിന്നീടുള്ള കാലം താമസിച്ച സ്ഥലം. എ
കാളിഘട്ടം, ബി വംഗദേശം, സി നന്ദി ഗ്രാമം, ഡി ഹസ്തിനപുരം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. സി നന്ദിഗ്രാമം. സി നന്ദിഗ്രാമം. ടീം എ പറഞ്ഞു ഉത്തരം. ഉത്തരം ശരിയാണ്. ശ്രേഷ്ഠ ഭാരതം. ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ്. ഇന്നലത്തെ അതേ ടീമുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ ചിന്മയ വിദ്യാലയം ആറ്റുകാൽ, ടീം ബി സുദർശനം സെൻട്രൽ സ്കൂൾ ആറന്മുള. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമിന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദ കണ്ടവർക്കെന്തു സംഭ്രമം. വ്യാഖ്യാനിച്ചോളൂ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ദശരഥ ദേഹവിയോഗമാണ് സന്ദർഭം. അതീവ വ്യസനത്താൽ വിലപിക്കുന്ന ഭരതനോട് വസിഷ്ഠമുനി പറയുന്ന വാക്കുകളാണ് ഇവ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്നതും അനേകവും അസംഖ്യവുമാണ്. ക്ഷണഭംഗുരമായുള്ള ഈ ലോകജീവിതത്തിൽ മഹാജ്ഞാനികൾക്കാകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. ദേഹദേഹികളുടെ ബന്ധമില്ലായ്മയും മായാഗുണ വൈഭവങ്ങളും ഉൾക്കാമ്പിൽ അറിയുന്നവർക്ക് ഇക്കാര്യത്തിൽ സംഭ്രമഭരിതരാകേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. ഇപ്രകാരം ആധ്യാത്മികമായ ഒരു അവബോധമാണ് ഭരതന് വസിഷ്ഠമുനി പറഞ്ഞുകൊടുക്കുന്നത്. ലോക ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ആധ്യാത്മിക ജ്ഞാനം തന്നെയാണ് നമുക്ക് മുതൽക്കൂട്ട്. ഭംഗിയായി എന്താണ് പിരിച്ചു പറഞ്ഞത്. ഇപ്പോൾ ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ, അതുപോലെ അടുത്ത മായാഗുണ വൈഭവങ്ങളും അന്തർമുദ എന്ന് പിരിച്ചു പറഞ്ഞത് അത് ആ പഠിച്ച രീതിയുടെ ഒരു ഗുണമാണ്. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാത്തോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാ ഗുണവൈഭവങ്ങളും അന്തർമുദ കണ്ടവർക്കെന്തു സംഭ്രമം. കുട്ടി ചൊല്ലിയത് വളരെ വളരെ നന്നായി. അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനം ചെയ്തതും വളരെ നന്നായി. കാരണം അധ്യാത്മജ്ഞാനമാണ് എല്ലാ ദ്വന്ദ്വങ്ങൾക്കും ഉപരി എത്തിച്ചേരാനുള്ള നമ്മുടെ മാർഗം എന്നുള്ളൊരു സന്ദേശം. അത് നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഉൾക്കൊണ്ടാൽ ജീവിതം സുഖമായി സന്തോഷമായി എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം. അധ്യാത്മ രാമായണ ആധ്യാത്മികമായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിനാവശ്യമുള്ളത് കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ. ശരീരത്തിനാവശ്യമുള്ളത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മൈക്രോ ന്യൂട്രിയൻ്റ്. ആധ്യാത്മികമായിട്ട് ഉയരുമ്പോൾ നമുക്ക് ഈ ലോകമൊക്കെ വളരെ സിമ്പിളായിട്ട് കാണാൻ സാധിക്കും.
അത് താൻ പറഞ്ഞത് നന്നായി, ആ വരികളുടെ ഉൾക്കൊണ്ടത് വെരി ഗുഡ്, എക്സലൻറ്റ്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ, കഴിഞ്ഞ ആ റൗണ്ടിൽ നിന്ന് വെച്ച് ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് 8 മാർക്ക്. സ്വാമിജി 7 മാർക്ക്. സോമലക്ഷ്മി സർ, ഞാൻ 8 തന്നെ തരുന്നു. ടീം എ നേടിയിരിക്കുന്നത് 23 മാർക്കാണ്. അടുത്ത കാവ്യം ടീം ബിയുടേതാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ആശംസിച്ചു. അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണ സ്വാന്തനത്തിനു ശേഷം വാദ്യഘോഷങ്ങളോടൊന്നും കൂടാതെ തന്നെ സീതാ സമീപത്തേക്ക് പോകുന്ന ശ്രീരാമൻ പറയുന്ന വരികളാണ് ഇവ. പുണ്യം വരുത്താൻ വേണ്ടി പിതാവ് ദണ്ഡകാരണ്യ രാജ്യം വിട്ടു തന്നിരിക്കുന്നു. അത് ആ വിധിക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ വനത്തിലേക്ക് പോകുന്നു. നീ അമ്മയെ ദുഃഖിക്കാതെ നീ അമ്മയെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ച് സുഖമായിട്ട് ഈ അയോധ്യയിൽ കഴിയണം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീകുമാർ സർ, നന്നായിരുന്നു. മോൾക്ക് ആ ശുശ്രൂഷ എന്ന് കഴിഞ്ഞ ഒരു ചിഹ്നം വിട്ടിട്ടില്ലേ, എന്തിനുള്ളതാണ്? ബാക്കിയാന്നുള്ള അപ്പൊ അതെങ്ങനെയാ വായിച്ചത്? ശുശ്രൂഷ ചെയ്തു സുഖേന. അപ്പൊ അതങ്ങനെ വായിക്കാനാണോ ഉദ്ദേശിച്ചത്? ചെയ്തു. അപ്പൊ എങ്ങനെ വായിക്കണം? മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ എന്ന് വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സുഖം കിട്ടൂലേ. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് ഒരു താളമൊന്നും കൊടുക്കണ്ട. തന്നിതു ദണ്ഡക അങ്ങനൊന്നും വേണ്ട. തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ എന്ന് മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സ്വാമിജി, നമ്മളിത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് സ്വയം ഒന്ന് ചിന്തിക്കുക, എത്ര വലിയൊരു സന്ദേശം ഇവിടെ നൽകപ്പെടുന്നതാണ്. കാരണം എനിക്ക് രാജ്യം നഷ്ടപ്പെട്ടു എന്നല്ല രാമൻ പറയുന്നത്, എന്നെ അച്ഛൻ കാട്ടിലേക്ക് അയച്ചു എന്നല്ല പറയുന്നത്, എനിക്ക് രാജ്യം കിട്ടിയടോ. തന്നിത് ദണ്ഡകാരണ്യ രാജ്യം മമ. വലിയൊരു ജീവിത വീക്ഷണ. ആ ഒരു ജീവിത വീക്ഷണം ഉൾക്കൊള്ളാൻ നമുക്കും ഈ ശ്രേഷ്ഠഭാരതം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ദ്രഷ്ടാക്കൾക്കും ശ്രോതാക്കൾക്കും കഴിയണം. കാരണം എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആസ്പെക്റ്റ് എപ്പോഴും പറയുക, എനിക്ക് നഷ്ടപ്പെട്ടു. സീതയോട് രാമൻ പറയുന്നത് നഷ്ടപ്പെട്ടു എന്നല്ല, എനിക്ക് കിട്ടിയെന്ന ആ ഒരു വീക്ഷണം ഉണ്ടല്ലോ, ആ വീക്ഷണമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഏതായാലും നന്നായി. വ്യാഖ്യാനം ഒന്നും കൂടി വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ വാച്യാർത്ഥം അതേപോലെ പറയാൻ വെച്ചാൽ അതിന് വ്യാഖ്യാനം എന്ന് പറയില്ല, അത് വിശദീകരണേ ആവുള്ളൂ. അതിൽ അന്തർഭവിച്ച തത്വങ്ങളെ ചൂണ്ടിക്കാണിക്കണം വ്യാഖ്യാനത്തിൽ. അതുകൂടി ഒന്നും കൂടി ശ്രദ്ധിക്കണം അക്കാര്യത്തിൽ. ശരി, നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ, 6 out of 10. സ്വാമിജി, 10ൽ 5 മാർക്ക്. ഞാൻ 6 തരുന്നു. ടീം ബി നേടിയിരിക്കുന്നത് 17 മാർക്കാണ്. അയോധ്യാകാന്ഡത്തിലെ അവസാന കഥാമുഹൂർത്തം. ചിത്രകൂടം വെടിഞ്ഞ് ശ്രീരാമാദികൾ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്ന സുന്ദര കാഴ്ചയിലേക്ക്. അത്രി തന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദാരവിന്ദ
പദം തവ കാണായ കാരണം. ഇതാണ് സപ്തർഷികളിൽ മുമ്പനായ അത്രി മഹർഷി. വണങ്ങുക. മഹർഷേ, ഞാൻ കോസലേശനായ ദശരഥന്റെ പുത്രൻ രാമൻ. ഇത് സീത, എൻ്റെ ധർമ്മപത്നി. ഇത് ലക്ഷ്മണൻ, എൻ്റെ സഹോദരൻ. വരൂ വരൂ, കാത്തിരിക്കുകയായിരുന്നു നിങ്ങളെ ഞാൻ. ഇതാ, ഇത് അനസൂയ, എൻ്റെ പ്രിയ പത്നി. 10,000 ആണ്ട് ഉഗ്ര തപസ് അനുഷ്ഠിച്ചവൾ. അനാവൃഷ്ടി കൊണ്ട് പ്രപഞ്ചം കത്തിയെരിഞ്ഞപ്പോൾ കഠിന വ്രതങ്ങളാൽ മഴ പെയ്യിച്ചവൾ. കുമാര, അങ്ങേക്ക് മാതൃതുല്യയാണിവൾ. വണങ്ങാം. സീതയെ കൂട്ടിക്കൊണ്ടു പൊയ്ക്കോളൂ. ചിത്രകൂടം വിട്ട് പോവുകയാണ് അല്ലേ? ദണ്ഡകാരണ്യത്തിലേക്ക് നീങ്ങുകയാണ്. രാമാവതാര ലക്ഷ്യത്തിന് അത് അനിവാര്യമാണല്ലോ അല്ലേ? സീതേ, സ്വത്ത്, മാനം, ബന്ധുക്കൾ എല്ലാം ഉപേക്ഷിച്ച് കാടുവാഴാനുറച്ച ഭർത്താവിനെ പിന്തുടരാൻ തീരുമാനിച്ച നീ ധർമ്മത്തിൻ്റെ പ്രതിബിംബം തന്നെയാണ്. അമ്മേ അനസൂയ ദേവി, എൻ്റെ രാമൻ ഗുണസമ്പന്നനും ദയാലുവും ധർമ്മസ്വരൂപിയുമാണ്. അങ്ങനെയുള്ള ഭർത്താവിനെ ഏകനായി വനത്തിലയക്കാൻ ഏതു ഭാര്യയ്ക്ക് സാധിക്കും? തപസ്സുകൊണ്ട് ശുഷ്കമായ അമ്മയുടെ ഈ ശരീരം പോലും ഭർത്തൃസ്നേഹത്തിൻ്റെ പ്രതിരൂപമല്ലേ? അതേ മകളെ, ഭർത്തൃ ശുശ്രൂഷയുൾപ്പെടെ അനേകം വ്രതങ്ങളെടുത്ത് സമ്പാദിച്ച തപസ്സുണ്ടെനിക്ക്. നിന്റെ വാക്കുകൾ എനിക്ക് സന്തോഷം പകരുന്നു. എൻ്റെ ഈ തപസ്സിദ്ധി കൊണ്ട് ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? അമ്മയുടെ സന്തോഷം തന്നെ എനിക്ക് മതിയായ പാരിതോഷികമാണ്. സീതേ, ഞാനിതെല്ലാം എന്നു തൊട്ടോ നിനക്കായി കാത്തുവച്ചിരുന്നതാണ്. ഇതാ ദിവ്യമായ മാലകൾ. ഈ പുടവ അതിദിവ്യമാണ്. ഈ ചിമിഴുകളിൽ മികച്ച കുറിക്കൂട്ടും അംഗരാഗവുമുണ്ട്. ഇതെല്ലാം അണിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മുന്നിലെത്തുമ്പോൾ നിന്റെ തേജസ് 10 മടങ്ങ് വർദ്ധിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ വണങ്ങി നിൽക്കുന്ന തപസ്വിയാണങ്ങ്. അങ്ങനെയുള്ള അവിടുത്തെ ശേഖരത്തിൽ നിന്ന്
ഈ വസ്തുക്കൾ ലഭിച്ച എന്നേക്കാൾ ധന്യായി ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. ഈ സമ്മാനങ്ങൾ ലഭിച്ചത് കൊണ്ടല്ല നീ ധന്യയാകുന്നത്, നീ ധന്യയായതുകൊണ്ടാണ് ഇത് ലഭിക്കുന്നത്. ഈ ആഭരണങ്ങൾ ഒന്നണിയൂ, ഞാനൊന്നു കാണട്ടെ. അന്ന് വിവാഹ ദിവസം നിങ്ങൾ നിന്നതുപോലെ പരസ്പരം ഒന്ന് ചേർന്ന് നിൽക്കൂ. ഞാനൊന്നു കാണട്ടെ. മകളെ അണിയിച്ചൊരുക്കി പുരുഷന്റെ കൈ പിടിച്ചേൽപ്പിക്കുന്ന ഒരമ്മയുടെ ആനന്ദം ഞാനൊന്ന് അനുഭവിക്കട്ടെ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്കു കുറയായൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം പുക്കൂ. നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ, നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. എല്ലാം കൊണ്ടും നന്നായിരുന്നു. നമുക്ക് പരിചയപ്പെടാം. പേര് പറയും. ജിഷ്ണു. ജിഷ്ണു. ലക്ഷ്മണൻ. കല്യാണി. കല്യാണി. സീത. ആദിത്യ വൈശാഖൻ. ഉത്തര അനസൂയ. അഹമ്മദ് അത്രി മഹർഷി. അടിപൊളി, നന്നായിരുന്നു. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. നല്ലൊരു കഥാസന്ദർഭം നമ്മുടെ മനസ്സിലേക്ക് അത് കയറി. ഡയലോഗ് പ്രസൻറ്റേഷൻ മാത്രം ലേശം ഒന്ന് ഒരിച്ചിരി ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ഒന്ന് വന്നാൽ കൊള്ളാം. സീതയും അതെ, അനസൂയയും കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ആ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി, അത് നാടകത്തിലൊരു പ്രത്യേകത ഉള്ളതാണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ തന്നെയാണ് എങ്കിലും നാടകത്തിൽ വരുമ്പോൾ ലേശം ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ പാടുന്ന പോലെയല്ല പറയുന്നത് പോലെയല്ല നാടകത്തിൽ ഉള്ള ഡയലോഗ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. എങ്ങനെയും വളരെ നല്ലൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. സ്വാമിജി. വളരെ നന്നായിരുന്നു. എങ്കിലൊരു ചെറിയൊരു അഭിപ്രായം തോന്നിയത്, വേഷവിധാനം സ്വീകരിക്കുന്ന സമയത്ത് സീതയ്ക്ക് കാവ്യവസ്ത്രം പാടില്ല. കാരണം സീത പട്ടുവസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത്. കാരണം സീതയ്ക്ക് കൈകൈ മരവുരിയെടുത്ത് കൊടുക്കുന്ന രംഗമുണ്ട് രാമായണത്തിൽ. ആ സമയത്താണ് വസിഷ്ഠൻ ഏറ്റവും ക്രോധാകുലനായിട്ട് കാണപ്പെട്ടത്. ചാടി വീണ് വസിഷ്ഠൻ പറഞ്ഞു, ദുഷ്ടയെ, ആര് നിനക്ക് അധികാരം തന്നു ഈ മരവുരി കൊടുക്കാൻ വേണ്ടി? രാമൻ വാനപ്രസ്ഥത്തിന് പോകുന്നുണ്ടെങ്കിൽ രാമൻ മരവുരി എടുക്കട്ടെ. സീത പത്നീവ്രതം പാലിച്ചുകൊണ്ട് പോവുകയാണ്, പാതിവൃത്യം പാലിച്ചുകൊണ്ട് പോവുകയാണ്. സീത പട്ടുവസ്ത്രം ധരിച്ചിട്ട് വേണം പോവാമെന്ന് പറഞ്ഞ് കൈകേയിയെ വളരെയധികം ക്രോധാകാന്തനായി വഴക്ക് പറയുന്ന രംഗം രാമായണത്തിലുണ്ട്. അതുകൊണ്ട് അത് കുട്ടികളുടെ ഒരു കുഴപ്പമല്ല. പക്ഷെ മൊത്തം ഒരു രൂപകം തയ്യാറാക്കുമ്പോൾ, നാടകം തയ്യാറാക്കുമ്പോൾ അത്തരം വിഷയങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ധർമ്മപത്നിയായ അനസൂയ എല്ലാ നന്മയുടെയും പ്രതീകമാണ്. നിങ്ങളതെല്ലാം അഭിനയിച്ച് കാണിച്ചത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് മനസ്സിലാക്കുന്നത് കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ ഇൻറ്റൻസീവാണ്. വളരെ നന്നായിട്ട്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 14 out of 20. 14 മാർക്ക് തന്നെ കൊടുക്കും. 14 മാർക്ക് തന്നെ ഞാൻ തരും. ചിന്മയ വിദ്യാലയം നേടിയിരിക്കുന്നത് 42 മാർക്കാണ്. ശാപമോക്ഷം നൽകിയാൽ
രാമായണ കഥ മറ്റൊരു ഭാഗത്തേക്ക് തിരിയുമായിരുന്നു. മൃഗയാ വിനോദനത്തിന് പോകുമ്പോൾ 2 ധർമ്മശാസ്ത്ര നിയമമുണ്ട്. ഭരതൻ ഒരു സൂത്രശാലിയായിരുന്നു. രാമായണത്തിൽ കണ്ടാൽ അറിയാവുന്ന എവിടെ കണ്ടാൽ എങ്ങനെ രാജപദവി ഏറ്റെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുടില ബുദ്ധികൾ ചോദിക്കാൻ പോയതായിരിക്കാമല്ലോ. 120B ഗൂഢാലോചന. Costume courtesy for Nitya Das, Ethnic Weaves. Accessories for Nitya Das, Alfonsa.